ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എന്നെ ഈ റൂമിലിരുന്ന് അവന് ഈ റൂമിൽ ഇരിക്കില്ല. കണ്ടോ, ഞാൻ ഇപ്പം 2 പ്രാവശ്യമായി ഈ ഷീറ്റൊക്കെ ഞാൻ മടക്കി വെക്കുന്നത്. പൊന്നു അതെടുക്കല്ലേ, ചേട്ടൻ്റെ ആണ്. 2 പ്രാവശ്യമായി ഈ ഷീറ്റൊക്കെ ഞാൻ മടക്കി ഒതുക്കി വെക്കുന്ന. പിന്നെയും അന്ന് കുളുകുളുന്നാക്കും. പിന്നെയും ഞാൻ ഷീറ്റൊക്കെ മടക്കി വെക്കും. പിന്നെയും ചേട്ടനും അനിയനും കൂടെ വന്നിട്ട്, ചേട്ടനും ഇവനും കൂടെ വന്നിട്ട് എൻ്റെ ചേട്ടന് ഗുളു എന്നും പറഞ്ഞുകൊണ്ട് ആക്കി. അത് ഒരു വിധം ആക്കി. ഇത് കണ്ടോ, ഇത് തന്നെ പരിപാടി. ഷീറ്റുകൾ വിരിച്ചുകൊണ്ടിരിക്കുക. ചുളുക്കി കൂട്ടി അതാകെ ഇതാക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ചു മോൻ അവിടെയൊക്കെ ഇട്ട് ചേട്ടൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം കഴിയുമ്പോൾ കിടന്ന് ഒച്ചയെടുക്കും അവനോട്. എന്നെ കാണണം, പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് വരണം, അവന് തണുപ്പത്തിരിക്കണം. അങ്ങനെയൊക്കെ കേട്ടോ. കൊണ്ടൊക്കെ കാറുന്നു. കഴിച്ചു ഇന്ന് എൻ്റെ പൊന്നുമോൻ. ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും, ചേച്ചിക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ പൊന്നു. ഒരു ഹായ് കൊടുത്തേ പൊന്നു. കൊടുത്തേടാ പൊന്നു. ഇത് കണ്ടോ, ചേട്ടൻ്റെ കൂടെ കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. കണ്ടോ, ചേട്ടൻ്റെ കൂടെ കിടക്കുന്നത്. ഇങ്ങനെ കിടന്നോളുന്ന എല്ലാവരും വീട്ടിലുണ്ടല്ലോ. ചേട്ടനെയും ചേച്ചിയും ഡാഡിയും എല്ലാവരും ഉണ്ട്. അതെ, അവിടെ നിന്ന് പിന്നെയും ഇങ്ങോട്ട് വന്നു. പിന്നെയും അവന് റൂമിലേക്ക് പോകണം. ഇത് തന്നെ പരിപാടി. അവിടെ ചെന്നിരുന്നോ. ഇവനൊരു സ്വഭാവമുണ്ട് ഗൈസ്. എല്ലാവരും ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ആ AC റൂമിൽ ഇവിടെ വരുമ്പോൾ പറയാം ആ റൂമിൽ പോകണമെന്ന്. അവിടെ പോകുമ്പോൾ അവനോട് പോയി കുരയ്ക്കും. കാരണം എന്തിനാ സൗണ്ട് ഉണ്ടാക്കുന്നത്? മമ്മിയെ കാണണം. അപ്പോൾ എല്ലാവരും തുറന്നു കൊടുത്തിട്ട് എന്താ മമ്മി ഉണ്ട്, മമ്മിയുടെ അടുത്ത് പൊക്കോളാൻ പറയും. ഇത് തന്നെ സ്വഭാവം. ഇത് കണ്ടോ വന്ന് നിൽക്കുന്നത്. അവന് പേടിയാണ്. ഞാൻ അവനെ ഇട്ടിട്ട് പോ. പണ്ട് നാട്ടിലൊക്കെ പോയി, കഴിഞ്ഞ വർഷമൊക്കെ നാട്ടിൽ പോയില്ലേ. വന്ന് നോക്കിയത് എന്താണ്? അടുക്കളയിൽ വന്ന് നോക്കുന്നത്. എന്ത് പൊന്നും അടുക്കളയിൽ നോക്കുന്നത്? അടുക്കളയിൽ എന്താ നോക്കുന്നത്? അടുക്കളയിൽ വന്ന് നോക്കുന്ന കേട്ടോ. അവൻ്റെ ഫുഡൊക്കെ കൊടുത്തു വന്നാലും അവനെ അടുക്കളയിൽ നിന്ന് ഞാൻ പോയി അവൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കണം. കളിക്കണോ നിൻ്റെ അടുത്ത് വന്ന്? അതാ ഈ അടുക്കളയിൽ വന്ന് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ പോകുന്നത്. ഇത് കളിക്കാൻ പാടില്ലേ? ഞാനിങ്ങനെ ഇരുന്നാൽ പണി നടക്കും. എനിക്ക് ഇഷ്ടംപോലെ പണിയില്ലേ? ചേട്ടൻ്റെ കൂടെ ഫുഡൊക്കെ കഴിച്ചല്ലോ മോൻ, ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കളിക്കണ്ടേ? എല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെ മമ്മിയുടെ പിറകെ മമ്മി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം പൊന്നിനോട്. കണ്ടോ ഗൈസ്, എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കയറി ചേട്ടൻ്റെ അടുത്ത്. മമ്മി ഒരിടത്ത് പോകുന്നില്ല ഏട്ടാ, ഇവിടെയുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കളിച്ചോളും. ചേട്ടൻ്റെ കടപ്പ് കണ്ടില്ലേ? തലങ്ങണിയും മുകളിൽ വെച്ച്, പില്ലോയും മുകളിൽ വെച്ച്. ദീപക്ക് വരും കേട്ടാ. ശരി, ചേച്ചിയുടെ റൂമിൽ പോയായിരുന്നോ? അത് കഴിഞ്ഞതേ അടുത്ത റൂമിൽ ഗൈസ്. ഇങ്ങനെ നടക്കുന്ന ഓരോ റൂമിലായിട്ട്. ഇനിയിപ്പോൾ ദീപക്ക് വരുമ്പോൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരും. എന്താ പൊന്നാ ദീപക്ക് വന്നാ? എവിടെയാണ്? എവിടെ പോകുന്ന? എവിടെ പോകുന്ന? ദീപക്ക് വന്നാ? ദീപക്കിനെ കൊണ്ടുവരാൻ പോയതാണോ നീ? ദീപക്കിനെ കൊണ്ടുവരാൻ പോയതാണോ പൊന്നാ? ദീപക്ക് വന്ന പൊന്നാ? എവിടെ? മമ്മി കണ്ടില്ലല്ലോ മോൻ വിളിക്കാൻ പോയത്. ദീപക്കനെ വിളിക്കാൻ പോയത് മമ്മി കണ്ടില്ലല്ലോ. പൊന്നാണോ? അമ്മയുടെ പൊന്നാണോ? വന്നു. ആ കോലാഹലങ്ങൾ ഓയിത്തോ. അവൻ ചേച്ചി റൂം തക്കെ നീച്ചെ അരി ബാബാ ഈ ദോടിച്ച് എന്താ ചാട്ടം. കണ്ടോ കണ്ട സ്നേഹം കൂടി. ഈ സെറ്റിയൊക്കെ മറിച്ചിടുന്നേ എൻ്റെ പൊന്നെ. എന്തുവാ ഇത് ചാട്ടം? സെറ്റിയൊക്കെ മറിച്ചിടുന്ന. ദീപകാശ് അവനെന്താ പറഞ്ഞെന്നറിയാമോ? ചാവി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഓടി മോഡിലേക്ക് വന്നെന്ന്. എന്നെ വിളിക്കാനാ വന്നേ. ആമക്കോ डाकती जोनू तुम्हें आसছে. താഴെ പോയവൻ ഓടി മോഡിലേക്ക് വന്നു. അതായത് ദീപക്ക് വന്നെന്ന് പറയാനായിട്ടോ. പണിയായിട്ട് അവിടെ ഇരുന്നോ കേട്ടാ. ഇവിടെ ഇരുന്നോ പൊന്നെ. ഇവിടെ ഇരുന്നോ ബാ. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഡാഡിയുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയും കിടന്നോ. ചൂടാണ് ഇവിടെ.
എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നല്ല പണിയായിരുന്നു ഗൈസ്. താഴത്തെ ഫ്ലാറ്റൊക്കെ അടിക്കലും തുടക്കലും ഒക്കെ ആയിരുന്നു. ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി, വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, ഇച്ചിരി സലാഡും ഉണ്ടാക്കി. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദീപക്കിന് ചായയൊക്കെ ഇട്ട് കൊടുക്കണം, ബിരിയാണിയൊക്കെ അവന് പാക്ക് ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന്, നല്ല തിരക്ക്. മഴക്കാറുണ്ട് എന്നാൽ ഭയങ്കര ചൂടും. മഴയും പെയ്യുന്നില്ല. മുകളിൽ തുണികൾ മൊത്തം കിടപ്പുണ്ട്. 3-4 ആഴ തുണിയാണ് കിടക്കുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമാണോ ഗൈസ്? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സ് ഇന്ന് ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ അവൻ ആ റൂമിൽ കിടക്കുമ്പോൾ ഈ റൂമിൽ വരണം, ഈ റൂമിൽ കിടക്കുമ്പോൾ ആ റൂമിൽ വരണം. അവന് AC കിടക്കുകയും വേണം, എന്നെ കാണുകയും വേണം കേട്ടോ. അപ്പോൾ ഡാഡി വഴക്ക് പറഞ്ഞു, എന്തിനാണ് നിനക്ക് ഒന്നീ റൂമിൽ കിടക്കയില്ലേ മമ്മിയുടെ അടുത്ത് പോയിരിക്കുന്നത്. അവന് തണുപ്പത്ത് ഇരിക്കുകയും വേണം, എന്നാൽ മമ്മിയെ കാണുകയും വേണം. ഇന്ന് എല്ലാവരും ഉണ്ടായിട്ട് മമ്മിയുടെ പിറകെയാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ദീപക്ക് അവിടെ അടിച്ചുമായിരുന്നു. ഇനി ദീപക്ക് അടിച്ച് തുടച്ച് പോകുമ്പോൾ മണി 2-2:30 ആവും കേട്ടോ. അങ്ങനെയാണ്. അവൻ രാവിലെ 6:30 വരും. 6:30 വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഈ ടൈമിൽ വരും, ചിലപ്പോൾ നേരത്തെ വരും, അങ്ങനെ കേട്ടോ. ദീപക്ക് അവിടെ അടിച്ചുമായിരുന്നു. അപ്പോൾ അവൻ എണീറ്റിരിക്കുന്ന എന്തിനാണെന്നറിയാമോ മോൻ? ആ AC റൂമിൽ തുറന്നു കൊടുക്കണം. 2 റൂമും കണ്ടോ അടച്ചിരിക്കുന്നതാണ്. AC ഇട്ടുകൊണ്ട് കാറ്റിങ്ങോട്ട് വരാതിരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ എണീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് പതിവ് പോലെ വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദീപക്കിനി എല്ലാ റൂമും അടിച്ച് തുടച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് നീരാവും. അപ്പോൾ എല്ലാവരും ഉറക്കമായി കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് പൊന്നോ, ചുമ്മയാണോ മമ്മിയുടെ പൊന്നാണോ? മമ്മിയുടെ പൊന്ന് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അവിടെ ഇരുന്നേ പൊന്നു, ഇരുന്നേ. ഇരുന്ന്. ഗുഡ് ബോയ്. ഹായ്. കണ്ടോ ഗൈസ്, നല്ല ഡിസിപ്ലിൻ ഉള്ളതാണ് ഈ കൈ കൊണ്ട്. എല്ലാവർക്കും ഹായ്. കണ്ടോ ഗൈസ്, എല്ലാവർക്കും ഹായ് തന്നു മോൻ. കണ്ടോ, ഇന്ന് നല്ല കുട്ടി. ഗുഡ് ബോയ്. മമ്മിയുടെ മോൻ ഗുഡ് ബോയ്. എല്ലാവർക്കും ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഹായ് തരാൻ പറഞ്ഞു, ഹായ് തന്നു. ഉമ്മ ഇപ്പോഴത്തെ കൈ കൊണ്ട് ഒന്നും കൂടെ ഹായ് തന്നേ. ഹായ്. അയ്യോ ഇനി തരത്തില്ല കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഗൈസ്.